നിങ്ങൾ നിങ്ങളുടെ ബാങ്കിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഇത്ര എമൗണ്ട് നിങ്ങളുടെ മറ്റൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശം നൽകുന്ന ഒരു രീതിയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. സാധാരണഗതിയിൽ നമുക്കൊരു റിക്കറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെന്റ്സ് വരുമ്പോഴാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നമ്മൾ ബാങ്കിൽ നൽകുക. ഉദാഹരണത്തിന് നമ്മുടെ ലോൺ പേയ്മെന്റ്, അതായത് EMI എല്ലാ മാസവും നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മാസവും 5-ാം തീയതി ഒരു 10,000 രൂപ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും എൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ബാങ്കിന് ഒരു നിർദ്ദേശം നൽകിയാൽ അതാണ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. അതേപോലെ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RDകളുടെ പേയ്മെന്റ്സിനും ഇതുപോലെ നമുക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാം. അതേപോലെ മറ്റെന്തെങ്കിലും ഡെപ്പോസിറ്റ് സ്കീമുകളിലേക്ക് നമുക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സുകന്യ സമൃദ്ധി, മ്യൂച്വൽ ഫണ്ട്, PPF, NPS തുടങ്ങിയവയിലേക്കൊക്കെ നമുക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് മാറ്റാം. നിങ്ങളുടെ ബാങ്ക് അതിനുള്ള ഫെസിലിറ്റി നൽകിയിരിക്കണം എന്ന് മാത്രം. ഇതേപോലെ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകാം. ഉദാഹരണത്തിന് നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴൊക്കെ ഒരു 1,00,000 രൂപയിൽ മുകളിൽ ഒരു തുക വന്നോ ആ സമയത്തെല്ലാം നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ബാങ്കിന് നിർദ്ദേശം നൽകാം. ഇങ്ങനെ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ആണ് നമ്മൾ പൊതുവിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക.